ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. 1-2 ദിവസങ്ങളല്ല, ഒരുപാട് ആഴ്ചകളായിട്ട് ഇപ്പോൾ ചോദിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ്. നമ്മുടെ റീകൺസിലേഷനൊക്കെ വരുന്ന പല വീഡിയോസിലും ആൾക്കാർ ചോദിക്കുന്ന ഒരു കാര്യമാണ്, അതിൻ്റെ ഒരു ടൈം പീരീഡ് പറയാമോ. നേരത്തെ നമ്മൾ ആ ഒരു 7 days ഒക്കെ ചെയ്തിരുന്നു. 2-3 തവണ ഞാനത് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ടൈം അല്ലെങ്കിൽ എല്ലാം കൊണ്ടും സ്യൂട്ടബിൾ ആണ്, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടുന്ന ഒരു ടൈം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഇൻറ്റ്യൂഷൻ എനിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രമേ അത് ഞാൻ ചെയ്യൂ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കണക്ക് വയ്ക്കുന്നില്ല. നമ്മളുടെ ഈ ഒരു സ്പ്രെഡ് പ്രകാരം എത്ര നാളുകൾ എന്നാണ് പറയുന്നത് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണക്ഷൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു സെപ്പറേഷൻ പീരീഡിലാണ് ഇപ്പോഴെങ്കിൽ, തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഇവിടെ പറയുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി മാത്രം എടുക്കുക, അല്ലെങ്കിൽ ആ ഒരു എനർജി ലീവ് ചെയ്ത് കളഞ്ഞേക്കുക. അപ്പോൾ ഇത് കാണുന്നൊരു ടൈം നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് തിങ്ക് ചെയ്യുക, അവരുടെ ഒരു ഇമേജ് മനസ്സിലേക്ക് കൊണ്ടുവരിക. കാരണം നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റീയൂണിയൻ പീരീഡാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അത്രത്തോളം നിങ്ങളുടെയും കൂടി ഒരു പോസിറ്റീവ് എനർജിയിൽ ഇരുന്ന് വേണം ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആവാൻ. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്ന് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് നിങ്ങളെക്കുറിച്ചാണ് പറയേണ്ടത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ അനുഭവിച്ച് പോന്നിട്ടുള്ള ചില കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പേഴ്സണെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുള്ള വ്യക്തികളെയാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് വഴിപാടുകളും പ്രാർത്ഥനകളും പൂജകളോ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻസോ എങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ ചെയ്യാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. ആ ഒരു തരത്തിൽ എനർജിയുള്ള വ്യക്തികളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഊണുമുറക്കും ഉപേക്ഷിച്ച ആൾക്കാർ തന്നെയാണ് നിങ്ങൾ. അല്ലെങ്കിൽ ആ ഒരു 24/7 എന്ന് പറയുന്ന പോലെ എപ്പോഴും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് മാത്രം സ്വപ്നം കണ്ട് നടന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പോൾ ആ ഒരു വഴിയിൽ നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ടുണ്ടാവാം. അല്ലാന്നുണ്ടെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ തട്ടിമാറ്റി ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കാം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന പല കാര്യങ്ങളും നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാവാം. ഇതൊന്നാദ്യം ശരിയാവട്ടെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിനൊരു ഉത്തരം കിട്ടട്ടെ, ഒരു ക്ലാരിറ്റി വരട്ടെ, എന്നിട്ട് ബാക്കി എല്ലാത്തിലേക്കും പോയിക്കോളാം എന്നുള്ളൊരു എനർജി തന്നെയായിരുന്നു നിങ്ങളുടേത്. അപ്പോൾ നിങ്ങൾ ഇത്രയും സഫർ ചെയ്തിരുന്ന ഈ ഒരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെൻ്റൽ ഇൽനെസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങൾ ഒരുപാട് തളർന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാവുന്ന, നിങ്ങൾ ഒരുമിച്ചിരുന്ന ഒരു സമയത്ത് ചിലപ്പോൾ കൈയടിച്ച് നിങ്ങളെ 2 പേരെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെ ഈ ഒരു ടൈമിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാവാം. അതായത് കൂടെ നിന്നിട്ട് കാല് വരുന്നൊരവസ്ഥ. നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഒരു വിഷമഘട്ടങ്ങൾ വരുമ്പോഴോ, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനൊരു വിഷമങ്ങളൊക്കെ വരുമ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു പേഴ്സൺസിനോട് സംസാരിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വളരെ സപ്പോർട്ടായിട്ട് 2 പേർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള വ്യക്തികൾ തന്നെ നിങ്ങളെ ഇതിൽ നിന്ന് ഒന്ന് പിൻവലിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അത്രത്തോളം ഒരു ഒറ്റപ്പെടൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് കൂടെ ആരുമില്ലാത്ത അവസ്ഥ. അത്രയും നാൾ നമ്മളുടെ ചുറ്റും പലരും ഉണ്ടായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇവരൊക്കെ മുൻപിൽ പോകുമ്പോൾ ഇനി കാണുമെന്ന് വിചാരിച്ചിരുന്ന പലരും, ഈ ഒരു പേഴ്സൺ ഉൾപ്പെടെ പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തി പോയി കളഞ്ഞതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇത്രയും ഒരു മാനസിക തകർച്ചയിൽ നിന്ന് നിങ്ങളിപ്പോൾ, അതായത് ഇപ്പോൾ കുറച്ച് പേരുടെ ഒരു ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 മാസത്തോളമായി കാണും, അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ചെറിയ ഒരു മാറ്റം വരുന്നത് പോലെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അത്രത്തോളം സഫർ ചെയ്ത് വേദനിച്ച് ഈ ഒരു വ്യക്തിയെ ഓർത്ത് ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന ഒരു അവസ്ഥയിലിരുന്ന നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് കുറച്ച് ശാന്തമായി, അല്ലെങ്കിൽ പരുവപ്പെട്ട് വന്നിരിക്കുന്നു എന്നുള്ളൊരു രീതിയിലാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുക. അതായത് നിങ്ങൾക്കൊരു ചേഞ്ച് വരുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സണെ ഓർത്ത് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു വിഷമങ്ങളും സങ്കടങ്ങളും എല്ലാം പതിയെ കുറയുന്നത് പോലെ നിങ്ങൾ തന്നെ ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് തന്നെ സ്വയം ഫീൽ ചെയ്തിട്ടുണ്ടാവാം. ഈ ഒരു പേഴ്സണെ ഞാൻ മറക്കാൻ തുടങ്ങുകയാണോ,
അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് എനിക്ക് സംഭവിക്കുന്നത്, ഞാനിവരെ പതിയെ വെറുക്കുന്നുണ്ടോ, ആ ഒരു രീതിയിൽ നിങ്ങൾ തന്നെ കുറച്ചധികം മാറിപ്പോയിട്ടുണ്ടാവാം. അതിന് ഒരുപാട് നാളുകളൊന്നും ആയിട്ടുണ്ടാവില്ല. ഞാൻ പറയുന്ന പോലെ ഒരു മാസത്തിൽ താഴെയോ നിസ്സാര ദിവസങ്ങളൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെയും. അത് ഒരു കാലപ്പഴക്കം വെച്ചിട്ട് പല രീതിയിലായിരിക്കാം. അപ്പോൾ ഈ ഒരു സ്പ്രെഡിനകത്ത് നമ്മൾ കാണുന്ന നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു മാറ്റം സംഭവിച്ചു തുടങ്ങുന്ന ഒരു എനർജിയാണ്. എവിടെന്നോ നിങ്ങൾക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ധൈര്യം വന്നിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. ഒരുപാട് മെൻ്റൽ സഫറിങ്സ് ചെയ്തിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ ആരും കൂടെ ഇല്ലാതെ ഒറ്റപ്പെട്ട് നടന്നിരുന്ന വ്യക്തികളാണ്. ഇനി കരകയറാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ സ്വന്തം ലൈഫ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയന്നിട്ടുള്ള വ്യക്തികൾ തന്നെയായിരിക്കണം നിങ്ങൾ. പക്ഷേ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് പോലും അറിയില്ല എന്തുകൊണ്ട് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു. പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ അതിന് യാതൊരു റീസണും കാണില്ല. നിങ്ങളുടെ മനസ്സിന് എങ്ങനെ അതിജീവിക്കാൻ സാധിക്കുന്നു എന്ന് നിങ്ങൾ തന്നെ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം. ആ ഒരു തരത്തിൽ നിങ്ങൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ചേഞ്ച് വന്നിട്ടുള്ള വ്യക്തികളുടെ റീഡിംഗ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നത് കൊണ്ട് നിങ്ങൾ ഈ ഒരു വ്യക്തിയെ മറന്നുപോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല, ഇനി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ പതിയെ മാറാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇതുവരെ ഇല്ലാത്തൊരു ധൈര്യമോ അല്ലാന്നുണ്ടെങ്കിൽ മുൻപോട്ട് പോകാനുള്ളൊരു ചങ്കൂറ്റമൊക്കെ നിങ്ങൾക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഒരു പരിധിവരെ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ ആ ഒരു സെൽഫ് ലവിൻ്റെ പാതയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മാറ്റം തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ മാറ്റം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതായിരിക്കാം നിങ്ങളുടെ മൈൻഡിലുള്ള ആ ഒരു തോട്ട്. അപ്പോൾ നിങ്ങൾ മാറി തുടങ്ങിയതോടൊപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു കോൺഫിഡൻസ് കൂടി വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതായത് നിങ്ങൾ അത്രയും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് മടങ്ങി വരും. ഇത്രയും നാൾ നിങ്ങളൊരു നിരാശയോടുകൂടി അല്ലെങ്കിൽ നടക്കുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഡൗട്ട്ഫുള്ളായിട്ടാണ് ഈ ഒരു സിറ്റുവേഷനും അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ മനസ്സിൽ നിന്ന് മാറി. ഇപ്പോൾ നിങ്ങൾക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അത്രത്തോളം ഒരു വൈബ്രൻ്റ് എനർജി ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ആര് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾ വിശ്വസിക്കുന്നത് ഇവർ തിരിച്ചു വരും, അല്ലെങ്കിൽ ആ ഒരു പഴയ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഇൻറ്റിമസി വീണ്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മടങ്ങി വരും എന്നുള്ളതാണ്. അത്രത്തോളം ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, അത്രത്തോളം വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ നിങ്ങളുടേതായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു മാറ്റം നിങ്ങൾക്കിപ്പോൾ വന്നിട്ട് ഒരുപാട് നാളുകളൊന്നും ആയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ കുറച്ച് ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു മാസം, ആ ഒരു അല്ലെങ്കിൽ 2-3 ആഴ്ചകൾ അതൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇപ്പോൾ ഒരു തോന്നലുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ പതിയെ വരുന്നുണ്ട് എന്നുള്ളൊരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെന്ന് പറയാൻ പറ്റില്ല, ഇതിനകത്ത് വന്നിരിക്കുന്ന എനർജിയിൽ ഒരു പകുതി പേർക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കോണ്ടാക്റ്റ് കിട്ടിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ബ്ലോക്ക് ചെയ്തൊക്കെ വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇനി നിങ്ങളുടെ ലൈഫിലേക്കേ വരില്ല എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ച് പോയിട്ടുള്ള വ്യക്തികളൊക്കെ ആയിരിക്കാം. അത്രത്തോളം നിങ്ങളെ ഒന്ന് ഇറിറ്റേറ്റ് ചെയ്തിട്ടുണ്ടാവാം, ഹേർട്ട് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഒരു മാറ്റം സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് തന്നെ വിസിബിളായിട്ടുണ്ടാവാം. പകുതി പേർക്കും അങ്ങനെയുള്ളൊരു ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു എനർജിയിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് സ്ട്രോങ് ആയപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളെ സമീപിക്കുന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ് നമുക്കിവിടെയുള്ള ആ ഒരു എനർജിയെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോയതെങ്കിലും ഈ ഒരു പേഴ്സണും നിങ്ങളുമായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു ബ്രേക്കപ്പിലൊക്കെ പോകാനുള്ളൊരു റീസൺ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്തിനുള്ളിൽ ഈ വ്യക്തി പതിയെ നിങ്ങളെ ശ്രദ്ധിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നു, വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനായിട്ട് ഒരു ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ വീണ്ടും വരുന്നു. നിങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങളെന്നുള്ള ആ ഫിസിക്കലി ഉള്ള വ്യക്തിയല്ല ഉദ്ദേശിക്കുന്നത്, ആ ഒരു സോളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ആ പതിയെ നമുക്ക് ആ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വേണം എന്നുള്ളൊരു തോട്ടുണ്ടല്ലോ. നമ്മളൊരു പ്രണയം ആരംഭിക്കുമ്പോൾ ആവട്ടെ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, നമുക്ക് 2 പേർക്കും തമ്മിലുള്ളൊരു അട്രാക്ഷൻ ഉണ്ട്. ആ ഒരു അട്രാക്ഷനാണ് പിന്നീട് അങ്ങോട്ടുള്ള ലൈഫിൽ ആ വ്യക്തിയെ നമ്മുടെ ജീവിതത്തിൽ മറ്റാർക്കും കൊടുക്കാത്തൊരു സ്ഥാനത്തുകൂടി കൊണ്ടുപോകാനായിട്ടൊക്കെ സഹായിക്കുന്നത് ആ ഒരു അട്രാക്ഷനാണ്. അല്ലെങ്കിൽ ആ ഒരു ഫസ്റ്റ് ടൈമിൽ വരുമ്പോൾ 2 പേരും തമ്മിലുണ്ടാവുന്ന ആ ഒരു സിങ്ക്, അതെല്ലാവരും തമ്മിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ വീണ്ടും ഇവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം നിങ്ങൾ 2 പേരും നന്നായി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അഫർമേഷൻസ് ഉണ്ട്, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഇതൊന്നും മനസ്സിലാവാതെ തന്നെയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻസ് എല്ലാം ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അവർ ആ ഒരു ഡേ ഡ്രീമിങ് എന്ന് പറയുന്ന രീതിയിലായിരിക്കാം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ ആലോചിക്കുന്നത്.
ഇപ്പോൾ നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രത്തോളം ബാലൻസ്ഡ് ആയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇനി ഏത് സിറ്റുവേഷൻ വേണമെങ്കിലും വരട്ടെ, ഞാൻ ഫേസ് ചെയ്യാം, ഞാൻ എന്തിനും റെഡിയാണ് എന്നുള്ള തരത്തിൽ നിങ്ങൾ മാറിപ്പോയിരിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു കറേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ചിലപ്പോൾ മെൻ്റലി മാത്രമായിരിക്കില്ല, കുറച്ച് പേരെങ്കിലും ഫിസിക്കലിയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടാവാം. ചിലപ്പോൾ നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നവർക്കൊരു വെയിറ്റ് ലോസ് വരിക, അല്ലാന്നുണ്ടെങ്കിൽ കഠിനമായിട്ടുള്ള തലവേദന, അല്ലെങ്കിൽ ശരീരത്തിന് മൊത്തം ഒരു പെയിൻഫുള്ളായിട്ട് തോന്നുന്നൊരവസ്ഥ. ചിലപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീസണൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞേക്കാം. ആ ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ശാരീരികമായിട്ട് അനുഭവിച്ച് വന്നിട്ടുണ്ടാവാം ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ. അല്ലെങ്കിൽ പ്രധാനമായിട്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കഴിഞ്ഞൊരു വർഷം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾക്കെല്ലാം ഒരുപാട് റിലീഫ് വന്നതായിട്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മെൻ്റൽ ഹെൽത്തിന് മാത്രമല്ല ഫിസിക്കൽ ഹെൽത്തും ഒക്കെ നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. ഇപ്പോൾ ഒരുപാട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു തലവേദനയൊക്കെ വരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതിനൊക്കെ നല്ലൊരു ശമനം ഉണ്ടായിട്ടുണ്ടാവാം. പതിയെ നിങ്ങളുടെ അസുഖങ്ങൾ പോലും കുറയുന്നതായിട്ട് നിങ്ങൾക്കൊരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ഇതുവരെ നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ എനർജിയുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഒരിക്കലും ഇത് നഷ്ടപ്പെടാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ലൗഡായിട്ടുള്ള നല്ലൊരു എനർജി തന്നെയാണ്. അത് നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ അത്രത്തോളം ഒരു മനോധൈര്യത്തോടു കൂടി മുന്നോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ബാലൻസിലേക്ക് വരുമ്പോൾ, നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി എത്ര സ്ട്രോങ് ആയിട്ടുള്ള ആളാണെങ്കിലും, അല്ലെങ്കിൽ എത്ര കൊലകൊമ്പനാണെന്ന് വേണമെങ്കിൽ പറയാം, അങ്ങനെയുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും അവരിപ്പോൾ മയപ്പെട്ട് വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെയും അവരെയും കൂടി കമ്പയർ ചെയ്യുമ്പോൾ, നിങ്ങളുടെ രണ്ടുപേരുടെയും എനർജീസ് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെയാണ് ഇവിടെ മുൻപിൽ നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ടും നിങ്ങൾ തന്നെയാണ് വളരെ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുക. നിങ്ങളുടെ പേഴ്സണേക്കാളും എന്തുകൊണ്ടും സ്ട്രോങ്, അല്ലെങ്കിൽ ആ ഒരു ഡബിൾ സ്ട്രോങ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം. ഇപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സ്റ്റുഡൻ്റാണ്, പഠിക്കുന്ന വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റഡീസിലോ, അല്ലെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ നിങ്ങൾക്ക് കുറച്ച് പോസിറ്റീവായ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവാം. എല്ലായിടത്തും ഒരു പോസിറ്റിവിറ്റി, അല്ലെങ്കിൽ ഇത്രയും നാളും പല കാര്യങ്ങളിലും തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു, അല്ലെങ്കിൽ എവിടെ തൊട്ട് കഴിഞ്ഞാലും തടസ്സം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അതെല്ലാം പതിയെ മാറുന്നൊരവസ്ഥ നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഏരിയ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് കുറച്ച് മാറ്റം വരുന്നുണ്ടാവാം. അതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ധനവരവ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവാം. ഇതുവരെ വരുമാനം ഇല്ലാതിരുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ടൊരു വരുമാനം ആരംഭിക്കുക, അല്ലെങ്കിൽ വരുമാന മാർഗം കണ്ടെത്താൻ സാധിക്കുക, ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലിപ്പോൾ പതിയെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു റീഡിംഗ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സെപ്പറേഷൻ്റെ കാര്യങ്ങളോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ തമ്മിലൊരു വിള്ളലുണ്ടായി എന്നുള്ളതൊന്നും ഇവിടെ വ്യക്തമല്ല, അല്ലെങ്കിൽ ആ ഒരു പാസ്റ്റ് ഹിസ്റ്ററി കൂടുതലായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു സെപ്പറേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയൊക്കെയാണ് നമുക്കിവിടെ നിന്ന് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും, ഏത് തരത്തിലുള്ള ഇഷ്യൂ ആണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ളതെങ്കിലും, ഈ ഒരു പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് അടുക്കാനുള്ളൊരു സമയമാണ്, അല്ലെങ്കിൽ അവർ വീണ്ടും നിങ്ങളിലേക്ക് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരാനുള്ള ഒരു ടൈം തന്നെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആ ഒരു മാറ്റം വരുന്നു. ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു മെയിൻ കാർഡ്, ചേഞ്ച് എന്നുള്ളൊരു കാർഡ് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം സംഭവിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും നാൾ നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങൾക്കും, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച ട്രോമകൾക്കും എല്ലാത്തിനും ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്ക് പേസ് ഓഫ് എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പ്രാർത്ഥനകൾക്ക്, മുട്ടിപ്പായിട്ടുള്ള പ്രാർത്ഥന എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്കും മാനിഫെസ്റ്റേഷൻസിനും, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എന്താ പറയുക സ്വയം സമർപ്പണം എന്നൊക്കെ പറയുന്ന പോലെ അത്രത്തോളം നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് കൊണ്ട് മാത്രമല്ല ഈ ഒരു മാറ്റം സംഭവിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾക്കും കാര്യങ്ങൾക്കും എല്ലാം അതിൻ്റേതായിട്ടുള്ളൊരു ശക്തിയുണ്ട്. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ സമയം മാറുന്നുണ്ട്, അല്ലെങ്കിൽ പല ഗ്രഹങ്ങളും മാറുന്ന ഈ ഒരു സമയം നിങ്ങൾക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗ്രഹമാറ്റം കൂടി നിങ്ങളെ ഒരു പോസിറ്റീവ് വൈബിലേക്ക് എത്തിക്കുന്നു. അല്ലെങ്കിൽ ഇത്രയും നാളും തടസ്സമായിട്ട്, അല്ലെങ്കിൽ മുടങ്ങിക്കിടന്നിരുന്ന, അല്ലെങ്കിൽ പലരും നമ്മൾക്കെതിരെ ഒരു ശത്രുവായിട്ട് തിരിഞ്ഞിരുന്ന ആ ഒരു സമയം മാറുന്നു. ആ ഒരു ടൈം ചേഞ്ച് അത് തന്നെയാണ് നിങ്ങളെ ഇതിനകത്ത് പ്രധാനമായിട്ടും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് മേടമാസം കഴിഞ്ഞ് ഇടവമാസം തുടങ്ങിയിരിക്കുകയാണ്. നിസ്സാര ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന 30 ദിവസങ്ങൾക്കുള്ളിൽ, അല്ലെങ്കിൽ ഈ ഒരു ഇടവമാസം തീരുന്നതിന് മുൻപായിട്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന എനർജീസ് ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം വരുന്നു. മാറ്റം സംഭവിച്ചു തുടങ്ങിയതായിട്ട് നിങ്ങൾക്ക് തന്നെ ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവാം.
കാരണം അത്രയും ലൗഡായിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ സെപ്പറേഷനിലാണ്, ഏത് കാരണം കൊണ്ടോ ആയിക്കൊള്ളട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷനോ അല്ലെങ്കിൽ അവരുടെ ഈഗോ കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞതോ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും അവരെ നിങ്ങളുടെ അടുത്തേക്ക് യൂണിവേഴ്സ് എത്തിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം ആ ഒരു കൺഫർമേഷന്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ആ ഒരു എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങളുടെ ലൈഫിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു മാറ്റം പലതിലും വന്നു തുടങ്ങി എന്ന് നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ക്ലൂസ് കൂടി എടുത്ത് നോക്കുക. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ ആ ഒരു എനർജി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആൽഫബറ്റ്സ് വഴിയോ അല്ലെങ്കിൽ നമ്പേഴ്സോ സോഡിയാക് സൈനോ ഡിസ്ട്രിക്റ്റോ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പോസിബിലിറ്റീസും കൂടി നിങ്ങൾക്ക് മാച്ചായി തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ റീഡിംഗ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് സ്കോർപിയോ സോഡിയാക് സൈൻ ആണ്. അതുപോലെ തന്നെ മെയ് മന്ത്, നമ്പർ 1 വിർഗോ സോഡിയാക് സൈൻ, ലെറ്റർ T, നമ്പർ 20 മാർച്ച് മന്ത്, ടോറസ്, തൃശ്ശൂർ, എറണാകുളം, ഏരീസ് സോഡിയാക് സൈൻ, ലെറ്റർ S, നമ്പർ 17 സെപ്റ്റംബർ മന്ത്, ലെറ്റർ M, നമ്പർ 7 ലെറ്റർ V, ലിബ്ര സോഡിയാക് സൈൻ, ഫെബ്രുവരി മന്ത്, letter E, letter C, letter K, letter Q and last Sagittarius zodiac sign. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാമായിട്ട് നിങ്ങൾക്ക് റെസൊനേഷൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ക്ലെയിം ചെയ്യുക. കാരണം അത്രത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ ലൈഫിലെ പല കാര്യങ്ങൾക്കും ഒരു പോസിറ്റിവിറ്റി വരുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് നമുക്കിത് മനസ്സിലാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എനർജി ആണെന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.